ഹായ് ഓൾ. ആക്ച്വലി ഈ ഒരു ഇൻട്രൊഡക്ഷൻ ഞാനിപ്പം എടുക്കുന്നത് ഒരു 4-5 വട്ടത്തെ ഒരു ഇതിന് ശേഷം, ബിക്കോസ് എനിക്ക് ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ വരുന്നുണ്ട് കുറേ നാൾക്ക് ശേഷം. ഈ ഒരു വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ബിക്കോസ് ഈ ഒരു ചാനൽ തുടങ്ങുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര പ്ലാനിങ്ങുകളായിരുന്നു. ഇത് പക്ഷെ തുടങ്ങിയിട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് 5-6 ഇയേഴ്സ് ആയി. എന്റെ കൺസിസ്റ്റൻസി ഇല്ലായ്മ തന്നെയാണ് ഇത് മുന്നോട്ട് പോകാത്തതിന്റെ ഒരു കാരണം. ഇപ്പൊ എനിക്ക് തോന്നുന്നു കൺസിസ്റ്റൻസി ആവണം. 5 ഇയേഴ്സ് മുന്നിലുള്ള ഞാനല്ല ഇപ്പൊ എന്റെ വീഡിയോസിന്റെ രീതികൾ മാറും. ചിലപ്പോൾ എന്റെ രീതികൾ മാറും. പക്ഷെ അതിനെല്ലാം നമുക്ക് ഇനി മുന്നോട്ട് അങ്ങനെ എല്ലാവർക്കും ഒന്നിച്ചു പോവാം. എന്നെ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ആദ്യ കാലങ്ങളിൽ എനിക്ക് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അപ്പൊ അതേപോലെ എല്ലാവരും എന്നെ ഇനിയും സപ്പോർട്ട് ചെയ്യണം. ഈ വീഡിയോയിൽ ഇന്ന് ഡേ ഇൻ മൈ ലൈഫ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ വീട്ടിലിരുന്നാണ്. ഇന്ന് എനിക്ക് വർക്ക് ഫ്രം ഹോമാണ്. പ്രത്യേകിച്ചൊന്നും എന്താ പറയാ, വർക്ക് ഫ്രം ഹോമും വീട്ടിൽ കുഞ്ഞിയുണ്ട്. 5 ഇയേഴ്സ് മുന്നേയുള്ള ഞാനല്ല, ഇപ്പം ഞാൻ ഒരു മദറാണ്. അപ്പൊ അങ്ങനെ കുറച്ചും കാര്യങ്ങളൊക്കെ മാറ്റമൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും വീഡിയോയിലേക്ക് വെൽക്കം. പിന്നെ ഇപ്പോൾ രാവിലെ തുടങ്ങുന്നത് തന്നെ തനുക്കുട്ടൻ്റെ കൂടെയാണ് കേട്ടോ. അപ്പം ഞാൻ വീഡിയോ എടുക്കാൻ നേരം അവൻ്റെ അടുത്ത് ഹായ് പറയാനൊക്കെ പറയാണ്. അവൻ ഹായ് ഒക്കെ ഇപ്പോൾ പറഞ്ഞു തുടങ്ങി. ഹായ്, ടാറ്റ, ക്യാറ്റ് അങ്ങനെയൊക്കെ പറഞ്ഞു തുടങ്ങി കേട്ടോ, ചെറുതായിട്ടൊക്കെ. പിന്നെ അച്ഛ, അമ്മ അങ്ങനെയൊക്കെ. അപ്പോൾ നമ്മളിങ്ങനെ എന്താ പറയുക, അവനിപ്പം ഇത് ആക്ച്വലി അവനെ കിടത്താൻ വേണ്ടി വാങ്ങി തൊട്ടിലാണ് കേട്ടോ. പക്ഷെ പുള്ളി അതിൽ ഉറങ്ങില്ല. ഇപ്പം കുറേ ടോയ്സൊക്കെ ഇട്ട് അതിൽ കളിക്കും, അത്ര തന്നെ. പിന്നെ ഞാൻ അവിടെ എല്ലാം ഒന്ന് എടുത്ത് സെറ്റ് ചെയ്ത് ഒക്കെ വെക്കും കേട്ടോ. രാവിലെ ഇപ്പോൾ പണ്ടത്തെ കൂട്ട് 10 മണി വരെയുള്ള ഉറക്കമൊന്നുമില്ല. വർക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 10 o'clock പക്ഷേ ഒരു 8 o'clock ഒക്കെ ആകുമ്പോഴത്തേക്കിനും മാക്സിമം അവൻ എണീക്കും, ഒരു 7-7:30. പിന്നെ അവൻ്റെ എന്താ പറയുക, പാമ്പേഴ്സൊക്കെ മാറ്റി കാര്യങ്ങളൊക്കെ ചെയ്ത് അവനെ ഫ്രഷ് ആയിട്ടൊക്കെ ഇരുത്തി കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് പിന്നെ ഇവൻ കുറേ നേരം ഇതിലിരുന്ന് കളിക്കും കേട്ടോ. ഇത് പക്ഷേ ഞങ്ങൾക്കൊരു ലൈഫ് സേവർ തന്നെയാണ്. അവൻ അതിലിരുന്ന് കളിക്കുമ്പോൾ നമുക്ക് എന്താ നമ്മുടെ ജോലികളൊക്കെ ചെയ്യാം. പക്ഷേ ഇപ്പോൾ വന്ന് പുള്ളിക്കാരനെ എൻ്റർടൈൻ ചെയ്യണം. ഇല്ലെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് എന്നും പറഞ്ഞിട്ട് ഇങ്ങനെ കരയും കേട്ടോ. ഇപ്പോൾ ഈ ഇടയ്ക്കൊരു പനി വന്നു. അപ്പോൾ പുള്ളിക്കാരന് മനസ്സിലായി, ഓക്കെ ഞാൻ അങ്ങനെ വല്ല സൗണ്ട് ഉണ്ടാക്കിയാൽ എന്താ പറയുക, എനിക്ക് കുറച്ച് കൂടുതൽ അറ്റൻഷൻ കിട്ടുമെന്ന്. പനിയാകുമ്പോൾ നമ്മൾ കൂടുതൽ അറ്റൻഷൻ കൊടുക്കുമല്ലോ. അങ്ങനെ ഇതുവരെ പ്രശ്നമൊന്നുമില്ലായിരുന്നു. ഇപ്പം ഇങ്ങനെ വളർന്നു വരുന്നതായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ബട്ട് നമ്മൾ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. സമയം പോകുന്ന വഴിയേ അറിയാറില്ല. ജോലിക്ക് പോകുന്നതിന് മുമ്പാണെങ്കിലും വീട്ടിലിരുന്ന് ചെയ്യുകയാണെങ്കിലും അവന് വേണ്ടുന്ന സമയം ഞാൻ മാക്സിമം കൊടുക്കാറുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് എല്ലാവരെയും ഇൻട്രൊഡ്യൂസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് സ്റ്റാർ ആൻഡ് ഡേയ്സിൻ്റെ ആണ് കേട്ടോ. നമ്മൾ ബേബിൻ്റെ ബോട്ടിൽസ് സ്റ്റെറിലൈസ് ചെയ്യുന്നത് ഇതിലാണ്. രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ മെയിൻ പരിപാടി ഇതാണ്. നമുക്ക് ചൂടുവെള്ളത്തിലിട്ടിട്ടായിരുന്നു ഞാൻ ആദ്യം ബേബി ജനിച്ചൊരു 1 month ആയപ്പോഴൊക്കെ ഞാൻ ബ്രസ്റ്റ് പമ്പ് ചെയ്ത് വെക്കുന്നുണ്ടായിരുന്നു, ഒരു 10 months വരെയൊക്കെ. അപ്പോൾ ആ സമയത്ത് 9 to 10 months വരെയൊക്കെ. അപ്പോൾ ആ സമയത്ത് അതും ഞാൻ സ്റ്റെറിലൈസ് ചെയ്യുമായിരുന്നു. അപ്പോൾ നമുക്ക് ഇത് സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിനുള്ളിൽ ബോട്ടിൽസ് വെക്കുക. നമുക്ക് ആവശ്യത്തിന് ഇതിനകത്ത് വെള്ളം ഒഴിക്കുക. നമുക്കൊരു കുഞ്ഞൊരു ഗ്ലാസ് പോലത്തെ ഒരു പ്ലാസ്റ്റിക് ഗ്ലാസ് ഉണ്ട്, അതിനകത്ത് വെള്ളം ഒഴിച്ചിട്ട് ഇതിനകത്ത് ഒഴിക്കുക. ഇത് 1 minute ഡിസിൻഫെക്റ്റ് ഓപ്ഷൻ ഉണ്ട്, 1 minute അത് വെക്കുക. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഡേ ടു ഡേ ലൈഫ് ഭയങ്കര ഈസി ആവും. അല്ലെങ്കിൽ നമ്മൾ ചൂടുവെള്ളത്തിൽ ഇട്ട് ചൂടാക്കി അങ്ങനെയൊന്നും വെക്കേണ്ട ഒരു ആവശ്യമില്ല. നമുക്കിന്ന് ബ്രേക്ക്ഫാസ്റ്റിന് ഇഡ്ഡലി ചട്നിയാണ്. കോഫി ഉണ്ട്. അമ്മ കോഫി ഒന്ന് തരും. ഇഡ്ഡലി ചട്നി പിന്നെ മധുരം ഇടാത്ത കോഫി. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് വർക്ക് സ്റ്റാർട്ട് ചെയ്തു കേട്ടോ. ഇപ്പം നമുക്ക് സെലർ മീറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞാനിങ്ങനെ മീറ്റിങ്ങൊക്കെ ഷെഡ്യൂൾ ചെയ്ത് മീറ്റിങ്ങൊക്കെ അറ്റൻഡ് ചെയ്യുമായിരുന്നു. നമുക്ക് മോർണിംഗ് തന്നെ മിക്ക ദിവസങ്ങളിലും മോർണിംഗ് ക്യാച്ചപ്പൊക്കെ ഉണ്ട്. ഓഫീസ് ഇൻറ്റേർണൽ മീറ്റിങ്ങും പിന്നെ നമുക്ക് സെല്ലേഴ്സ് മീറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. വർക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് പെൻഡിങ് വർക്ക്സൊക്കെ കാണും കേട്ടോ. ഈ സമയം കൊണ്ട് തനു ഉറങ്ങും മിക്കവാറും. ഫുഡെല്ലാം കഴിച്ച് അവൻ്റെയും ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഒരു
ഒരു 10:30 11 ആകുമ്പം അവൻ ഉറങ്ങും. അതുകൊണ്ട് എനിക്ക് കുറച്ച് പിന്നെ ഒരു 2-2.5 മണിക്കൂർ സുഖമായിട്ട് ജോലി എടുക്കാം കേട്ടോ. പിന്നെ എനിക്ക് ജോലിയിൽ തടസ്സങ്ങളോ അല്ലെങ്കിൽ അവൻ്റേതായ ഡിസ്റ്റർബൻസോ ഒന്നും അവൻ തരാറില്ല. ബിക്കോസ് അച്ഛനും അമ്മയും ഉള്ളത് കൊണ്ട് അവൻ എപ്പോഴും നല്ല എന്താ പറയുക ബിസി ആയിരിക്കും. അവർ താഴെ കൊണ്ടുപോയിട്ട് പാർക്കിൽ കൊണ്ടുപോകും, കളിക്കും, പിന്നെ അവരുടെ കൂടെ കിടന്ന് എന്താ പറയുക ഉറങ്ങും, അങ്ങനെയൊക്കെ. ഇനി ഇടയ്ക്കിടയ്ക്ക് എന്നെ കാണുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങളാണ്, വിളിച്ചിട്ട് വരും, കുറച്ച് ടാൻട്രംസ് കാണിക്കും. പക്ഷെ അതിനൊന്നും നമ്മൾക്ക് പക്ഷേ ഈ ഒരു വർക്ക് ഫ്രം ഹോം ഇടയ്ക്ക് ഇങ്ങനെ കിട്ടുന്നത് കൊണ്ട് അവൻ്റെ കൂടെ കൂടുതൽ സമയം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുള്ളൊരു നല്ല കാര്യമാണ്. പക്ഷെ കുറേ നേരം ഇങ്ങനെ വർക്ക് ഫ്രം ഹോം തന്നെ ഇരിക്കുമ്പോൾ, അതിപ്പോൾ കുട്ടി ഉണ്ടാവുന്നതിന് മുന്നേ ആണെങ്കിലും 2-3 ഡേയ്സ് അടുപ്പിച്ചാകുമ്പോൾ നമുക്ക് ഓഫീസിൽ പോകാൻ വേണ്ടി തോന്നും. പക്ഷേ ഇപ്പം എനിക്ക് ആക്ച്വലി വീക്ക്ലി വൺസ് പോയാൽ മതി. അതുകൊണ്ട് നെക്സ്റ്റ് വീക്ക് ഓഫീസിലേക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ പെൻഡിങ് വർക്ക്സുകളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല ബിസി ആയിരിക്കും. അപ്പോൾ എൻ്റെ ലഞ്ച് ടൈമായി 1 o'clock, അറൗണ്ട് 1 o'clock ആയി. ഓക്കെ, അപ്പോൾ ഈ സമയത്താണ് ഞാൻ തനുവിൻ്റെ ലഞ്ച് പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പം ചിക്കൻ്റെ കാര്യങ്ങൾ അല്ലെങ്കിൽ നോൺ വെജ് ഐറ്റംസ് എന്തെങ്കിലും അവന് കൊടുക്കുകയാണെങ്കിൽ അത് ഞാനാണ് പ്രിപ്പയർ ചെയ്യുന്നത്. റാക്കി അല്ലെങ്കിൽ ബനാന പൗഡർ അതൊക്കെ അമ്മ തന്നെയാണ് കേട്ടോ പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പോൾ നമുക്കിന്ന് ചിക്കൻ ആണ് തനുവിന് കൊടുക്കുന്നത്. ചിക്കൻ, സം വെജീസ്, പിന്നെ ദാൽ എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു എന്താ പറയുക ഒരു കുറുക്ക് പോലെ ആക്കിയിട്ട് കൊടുക്കും. ഞാൻ കാണിച്ചു തരാം എന്തൊക്കെയാണ് ആഡ് ചെയ്യുന്നത്, എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത്. സോ ഇപ്പോൾ തനുവിന് 11 months ആയിട്ടോ. സോ ഈ 11 monthsൽ ഞാൻ ചിക്കൻ എപ്പോൾ തൊട്ടാണ് കൊടുത്തതെന്ന് തുടങ്ങി, ഒരു 8th month തൊട്ട് ചിക്കൻ കൊടുത്തു തുടങ്ങി. സോ ഞാൻ അപ്പം ഞാൻ ആദ്യം ആഡ് ചെയ്യുന്നത് ഈ ഒരു ദാൽ, ദെൻ ബേബി കോൺ ആണ് കേട്ടോ. ബേബി കോൺ കൊടുക്കും, ഞാനത് ആഡ് ചെയ്യും. ദെൻ ഇത് നമുക്ക് പംകിൻ ആൻഡ് ക്യാരറ്റ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പിന്നെ ഇത് ബ്രസ്റ്റ് ചിക്കൻ ആണ്, ബോൺലെസ്. ഈ ഒരു ചിക്കൻ കിട്ടുമ്പോഴേ കഴുകി ഫ്രീസ് ചെയ്ത് ഞാൻ വയ്ക്കാം. അപ്പം ആവശ്യത്തിന് അവനെടുക്കാം അങ്ങനെയായിട്ട്. ഫസ്റ്റ് നമ്മൾ ഗീ ആണ് കേട്ടോ ആഡ് ചെയ്യുന്നത്. ഫസ്റ്റ് ഗീ ആഡ് ചെയ്യണം. ഗീയിലാണ് ഞാനിതെല്ലാം വരട്ടിയെടുക്കുന്നത്. ബിക്കോസ് ഗീയും എണ്ണയ്ക്ക് പകരം ഗീ ആണ് എപ്പോഴും നല്ല ബേബീസിൽ നമുക്കായാലും. എന്നാൽ നമ്മൾ ഈ വെജീസ് എല്ലാം കൂടെ ഇടാം. ആൻഡ് സ്വീറ്റ് കോൺ, ദാൽ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മൾ വെജ് മാത്രം കൊടുത്ത് ശീലിച്ചിട്ടുണ്ടെങ്കിൽ ഇത് മാത്രമായിട്ടും കൊടുക്കാം. നമ്മളിപ്പോൾ ചിക്കൻ ഞാൻ ഫസ്റ്റ് തൊട്ടേ കൊടുത്ത് തുടങ്ങിയിട്ടുള്ളത് കൊണ്ട് 8th month തൊട്ടേ തുടങ്ങിയിട്ടുണ്ട്. സോ ദിസ് ഈസ് കംഫർട്ടബിൾ ചിക്കൻ ആസ് വെൽ ആൻഡ് എഗ് ഓൾസോ. എഗ് ഫസ്റ്റ് ഞാൻ യെല്ലോ ആയിട്ടായിരുന്നു കൊടുത്തു തുടങ്ങിയത്. പിന്നെ ഇപ്പം ഞാൻ വൈറ്റും അവക്കാഡോയുടെ കൂടെ, ഇല്ലാന്നുണ്ടെങ്കിൽ ഒറ്റയ്ക്ക് എഗ്ഗ് കുട്ടിക്ക് ഭയങ്കര താല്പര്യമില്ല. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ മുട്ട പൊരിച്ചിട്ട് കൊടുക്കുമ്പോൾ അതിന് ഇഷ്ടമാണ്. സോ ഇതിനകത്തേക്ക് ഇനി കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി ആഡ് ചെയ്യണം. ഇതിലേക്ക് നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ആഡ് ചെയ്യാം. ഇതിൽ ഞാൻ മെയിനായിട്ട് ഉപ്പ് ഒന്നും ആഡ് ചെയ്യുന്നില്ല, ചില്ലി ഉപ്പ് ഒന്നും ആഡ് ചെയ്യുന്നില്ല കേട്ടോ. ദെൻ നമ്മൾ കുറച്ച് കുരുമുളക് പൊടിയാണ്, പെപ്പർ പൗഡറാണ്. ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് അതിൽ വിസിൽ വരുന്ന സമയം കൊണ്ട് നമുക്ക് എടുത്തു വെച്ച കാര്യങ്ങളൊക്കെ എന്താ പറയാ മഞ്ഞപ്പൊടിയും കുരുമുളകും ഒക്കെ എല്ലാം എടുത്ത് വെക്കാം. പിന്നെ നമുക്കിതിൽ ജീരകം ഇട്ടിട്ടുണ്ട് കേട്ടോ, ഞാൻ മറന്നുപോയി. ജീരകം നമ്മൾ കടുക് പൊട്ടിക്കുന്നതിന് മുന്നേ ജീരകം ഇടും. നമുക്ക് എല്ലാ സ്പൈസസും കൊടുക്കാമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെ എന്താ പറയാ
ടർമറിക് പൗഡറാണ് മെയിനായിട്ട് കൊടുക്കേണ്ടത്. ചില്ലി പൗഡർ ഞാൻ അങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ബട്ട് നമ്മൾക്ക് ഉണ്ടാക്കുന്ന ഫുഡിന്റെ എല്ലാത്തിനും കുട്ടിക്ക് ഞാൻ കൊടുക്കാറുണ്ട്. ഇത് പിന്നെ ജസ്റ്റ് അവന്റെ പ്രോപ്പർ മീലായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്യുന്നത്. അല്ല നമ്മൾ കഴിക്കുന്നതിൽ നിന്ന് അവന് 1-2 ബൈറ്റ് എടുക്കും. ടച്ച് വുഡ് ഇതുവരെ സ്പൈസസ് ഒക്കെ അവന് നല്ല ഇഷ്ടമാണ്. മോർ ദാൻ ഷുഗർ അവന് ഇഷ്ടം സ്പൈസസും പിന്നെ കയ്പ്പ് അവക്കാഡോ ഒക്കെയാണ് അവന് ഇഷ്ടം. പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാം കൊടുത്ത് ശീലിപ്പിക്കുക എന്നതാണ്. നമ്മൾ എങ്ങനെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നോ അതുപോലെ ആയിരിക്കും കുട്ടികൾ. ഫസ്റ്റ് ചിലപ്പോൾ അവർ എന്താ പറയുക റിജക്റ്റ് ചെയ്യും. പിന്നെ നമ്മൾ ഡോക്ടറോട് ചോദിക്കുക. ഇവനെ കാണിക്കുന്ന ഡോക്ടർ ഈസ് സച്ച് എ ഗുഡ് പേഴ്സൺ. പുള്ളിക്കാരനാണെങ്കിൽ പ്രോപ്പറായിട്ട് ഗൈഡിങ്സ് നമുക്ക് തരാറുണ്ട്. സോ എന്ത് കൊടുക്കണം, എങ്ങനെ കൊടുക്കണം, അങ്ങനെ ഒന്നിനും റെസ്ട്രിക്ഷൻ തന്നിട്ടില്ല. നമ്മൾ മെയിനായിട്ട് ഷുഗർ, സോൾട്ട് ഇത് രണ്ടും അവന് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇങ്ങനെയാണ് തനുവിൻ്റെ ഫുഡ് റെഡിയായി. ഞാനിങ്ങനെ ആദ്യമൊക്കെ മിക്സിയിലിട്ട് എന്താ പറയുക മിക്സ് ചെയ്യുമായിരുന്നു. ഇപ്പോൾ ഈ ഒരു സാധനം വെച്ചിട്ട് നമ്മൾ മിക്സ് ചെയ്യും. പിന്നെ കുറച്ച് കഴിഞ്ഞ് വർക്കെല്ലാം കഴിഞ്ഞു. വർക്ക് തന്നെ കാണിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ബോറായിരിക്കും. വീട്ടിലെങ്കിൽ പിന്നെ വേറെ കാര്യങ്ങളൊന്നുമില്ല. പിന്നെ എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് തനുവാണ്. സമയം കിട്ടുമ്പോഴൊക്കെ വാവേൻ്റെ കൂടെ പോയിരുന്ന് കളിക്കും. അവനും ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ. ഓഫ് കോഴ്സ് ആയിരിക്കുമല്ലോ അമ്മമാരുടെ കൂടെ. ഇവനിപ്പോൾ ഇക്കിളി ആക്കുമ്പം ഇക്കിളാവാനും നമുക്ക് തിരിച്ച് ഉമ്മ തരാനും കളിക്കാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. എൻ്റെ മെയിൻ എൻ്റർടൈൻമെൻറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെയൊക്കെ വീഡിയോ എടുത്തിട്ട് ഓഫീസിലിരുന്ന് വർക്ക് ചെയ്യുന്ന വിപിൻ അയച്ചു കൊടുക്കും. അപ്പം വിപിനോടിന്ന് നമ്മളെ മിസ് ചെയ്യും, എസ്പെഷ്യലി തനുക്കുട്ടനെ. ഇവനിപ്പം സംസാരിക്കാനും പുതിയ പുതിയ സൗണ്ടുകൾ ഉണ്ടാക്കാനും പിന്നെ ഉമ്മ ചോദിക്കുമ്പം തിരിച്ചു തരും, നമ്മുടെ മുഖമൊക്കെ ടച്ച് ചെയ്യും, നമ്മളെ കൂടെ ഇരുന്ന് കളിക്കും. അതൊക്കെ ഭയങ്കര ഒരു ന്യൂ എക്സ്പീരിയൻസ് ആണ്. മേ ബി നമ്മളൊരു ഫസ്റ്റ് ടൈം പേരൻസ് ആയതുകൊണ്ടായിരിക്കും. കിട്ടുന്ന സമയമൊക്കെ കുട്ടിയുടെ കൂടെ സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മാക്സിമം എന്താ പറയുക ശ്രദ്ധിക്കാറുണ്ട്. ഈ വർക്ക് ഫ്രം ഹോം തോന്നുമ്പോൾ ഓഫീസിൽ പോകണം എന്ന് തോന്നുമല്ലോ. പക്ഷേ വർക്ക് ഫ്രം ഹോം ഭയങ്കര ഒരു ഇടയ്ക്കൊക്കെ ഇങ്ങനെ കുഞ്ഞിയുള്ളവർക്കൊക്കെ എന്താ അവരുടെ കൂടെ കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നടക്കാൻ വന്നതാ. നല്ലൊരു അറ്റ്മോസ്ഫിയർ ആട്ടോ ഇവിടെ. ഭയങ്കര രസമാണ് ഇവിടെ. നല്ല കാറ്റാണ്. ഇപ്പോൾ ഈ ലേക്കിൽ നല്ല വാട്ടറൊക്കെ വന്നിട്ടുണ്ട്. ഞാൻ കാണിച്ചു. ഈ പാർക്കിൽ വരുന്ന എൻ്റെ മെയിൻ ഉദ്ദേശം നടക്കുന്നതിനേക്കാൾ കൂടുതൽ ഈ ഭംഗിയൊക്കെ കാണാനാണ് കേട്ടോ. പണ്ടിവിടെ വെള്ളം ഇല്ലായിരുന്നു, പക്ഷേ ഇപ്പോൾ വാട്ടർ ഫുൾ ആയതിന് ശേഷം ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അത് ഈവനിങ് തന്നെ വരണം. ഈ സൺസെറ്റൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അതുവരെയുള്ള ഓഫീസ് സ്ട്രെസ്സും അല്ലെങ്കിൽ കുഞ്ഞിൻ്റെ കൂടെയുള്ള ബിസി ലൈഫും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഇവിടോട്ട് വരുമ്പോൾ പീസാണ്. ആക്ച്വലി ഇതുപോലത്തെ പാർക്കൊക്കെ നമുക്ക് എപ്പോഴാണ് ഏറ്റവും നല്ല സന്തോഷം നൽകുന്നതെന്നറിയോ? നമ്മൾ ഇതുപോലത്തെ പാർക്കിലൊക്കെ വരുമ്പോൾ ലൈക്ക് നമുക്ക് നാട്ടിലാണെങ്കിൽ വേറെ കുറേ സംഭവങ്ങളുണ്ട്. മുറ്റത്ത് നടക്കാം, അല്ലെങ്കിൽ തൊട്ടപ്പുറത്തെ വീട്ടിൽ പോകാം. പക്ഷെ ഇവിടെ അങ്ങനെയുള്ള സംഭവങ്ങളൊന്നുമില്ല. പക്ഷെ ഇവിടുത്തെ ഈ ബാംഗ്ലൂരിനെ ഏറ്റവും കൂടുതൽ ഭംഗിയാക്കുന്നത് ഇതുപോലത്തെ പാർക്കുകളാണ്. വൈകുന്നേരം പല ബിസി ലൈഫിൽ നിന്ന് വരുന്ന ആൾക്കാർ, ചിലപ്പോൾ വെറുതെ ഇരിക്കുന്ന അമ്മമ്മമാർ, അച്ഛന്മാർ, അമ്മമാർ, എന്താ പറയുക ഗ്രാൻഡ് പേരൻസ്, കുട്ടികളെ നോക്കുന്നവരൊക്കെ കുട്ടികളെയും കൊണ്ടൊക്കെ വരും. ഇറ്റ് വാസ് വെരി നമ്മൾക്കിവിടെ വരുമ്പോൾ ഭയങ്കര ഒരു ഹാപ്പി. അത് കഴിഞ്ഞ് വൈകിട്ട് നമ്മൾ ഡിന്നർ കഴിക്കാൻ പുറത്തോട്ട് വന്നു കേട്ടോ. നമ്മുടെ ഫാൻസുകാരാണ് ഇവരൊക്കെ. ഓക്കെ, താങ്കൾ ഏത് ഫാനാ? മെസ്സി. പിന്നെ ഞാൻ കുറേ നാൾക്ക് ശേഷമാണല്ലോ ഇങ്ങനെ ഡേ ഇൻ മൈ ലൈഫും ഫുൾ വീഡിയോ ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും ഇങ്ങനെ ക്യാമറ ഞാനിങ്ങനെ ക്യാമറയിൽ എടുത്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തന്നെ എന്തോ ക്രിഞ്ചായിട്ടൊക്കെ തോന്നിപ്പോയി. എന്നാലും കുഴപ്പമില്ല, യൂസ്ഡ് ആവും. പിന്നെ നമ്മൾ ഇവൻ്റെ എവിടെ പോയാലും ഇവൻ്റെ കൂടെയുള്ള കളിയാണല്ലോ. കുട്ടി ഇപ്പോൾ സ്പൂൺ എടുക്കാനും നമ്മുടെ മെനു കാർഡ് എടുക്കാനും അവിടെ ഇട്ട് അടിക്കാനും ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നല്ല ഗ്രിൽഡ് ചിക്കനും അൽഫാമും ഒക്കെ കഴിച്ച് നമ്മളെല്ലാവരും ബൈ പറയാണ്. അപ്പോൾ എല്ലാവരും നല്ല സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ കൂടെയുള്ള എല്ലാവരും. അപ്പോൾ ബൈ.